ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ സീരീസിലേക്ക് കടന്നു വരികയാണെങ്കിൽ നല്ലവനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ദ സ്റ്റോറി എന്ന വീഡിയോ സീരിയലിൻ്റെ 8ാമത്തെ വിഷയമായതുകൊണ്ട് ഒരുപാട് എപ്പിസോഡ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഒരു വലിയ സത്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. അതിന് അടിസ്ഥാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞു കഴിഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുമ്പോട്ട് ഇന്ന് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ഈ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായിട്ട് OM ബുക്സിൽ പോയി ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സ് അവിടെ ചോദിച്ച് നിങ്ങൾ കൈവശമാക്കി അത് കാണണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളും ഇനിയും തുടർച്ചയായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു അടിസ്ഥാനമിടണം. അടിസ്ഥാനമായിട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, ഞാൻ എന്ന വ്യക്തി ആരായിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു നമ്മളെ സൃഷ്ടിച്ചത്. അത് എഫേസ്യസിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിലായിരിക്കുവാൻ വേണ്ടി സ്നേഹത്തിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിട്ട് യേശു ക്രിസ്തുവിലായിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ആ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് വചനത്തിൽ ജീവിച്ചെങ്കിലേ യേശു ക്രിസ്തുവിലായിരിക്കത്തുള്ളൂ. ആ വചനത്തെ സൂചിപ്പിക്കുന്നതാണ് പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷം. ഈ ജീവന്റെ വൃക്ഷം അത് ഒരു സിംബോളിസമാണ്. വചനത്തിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് യേശു തന്നെയാണ്. ജീവൻ, ദൈവത്തിൻ്റെ ജീവനായ യേശു തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവനായ വചനം തന്നെയാണ്. അപ്പോൾ ആ വചനത്തിൽ ജീവിക്കുമ്പോഴാണ് ജീവനായ ജീവദാതാവായ യേശു ക്രിസ്തുവിൽ നമ്മളായിരിക്കുക. അങ്ങനെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യന്റെ പതനത്തിലൂടെ യേശു ക്രിസ്തുവിൽ നിന്നും പുറത്തേക്ക് പോയി നന്മതിന്മകളുടെ വിഷത്തിലേക്ക് മനുഷ്യൻ കടന്നുപോയി. ഈ നന്മതിന്മകളുടെ വിഷം സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ വചനത്തെ ഉള്ള തിരസ്കരണമാണ്. ദൈവകൽപ്പനകൾ തിരസ്കരിക്കുന്നതാണ്. ദൈവത്തിന് പകരം സാത്താൻ പറഞ്ഞു കൊടുത്തത് വിശ്വസിച്ചതിന്റെ ഫലമാണ്. അവിടെ ഒരു മരണം കടന്നു വന്നു. ആ മരണം ശാരീരികമായ മരണമല്ല, ആത്മീയമായ മരണം. അതായത് മനുഷ്യന്റെ ആത്മാവ്, ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ആത്മാവ് ദൈവാത്മാവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടു പോയി. പിന്നീട് അവനെ നയിക്കുന്നത് അവൻ്റെ മാനുഷികമായ ബുദ്ധിയാണ്. ആ ബുദ്ധി പൈശാചികമാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇപ്രകാരം നമ്മൾ മനുഷ്യന്റെ പതനം കണ്ടു കഴിഞ്ഞു. ആദ്യം മാതാപിതാക്കന്മാർ പിശാച് പറഞ്ഞത് കേട്ടിട്ട് നന്മതിന്മകളുടെ വിഷം സിംബോളിക്കായിട്ട് നമ്മളെ കാണിച്ചു തരുന്നത് മനുഷ്യന് ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെടാതെ തൻ്റെ ആഗ്രഹപ്രകാരം തനിക്ക് തോന്നുന്ന വിധത്തിൽ ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് തൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നതാണ് നന്മതിന്മകളുടെ വൃക്ഷം സൂചിപ്പിക്കുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് സാത്താൻ മനുഷ്യനെ നയിച്ചുകൊണ്ട് പോയത്. അന്നു മുതൽ മനുഷ്യൻ സാത്താൻ്റെ അടിമയായി എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ സാത്താൻ്റെ അടിമയായ മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, പറുദീസായിൽ വെച്ച് ദൈവത്താൽ ശപിക്കപ്പെട്ട മനുഷ്യൻ, പിന്നീട് അവന് ശരീരത്തിൽ രോഗങ്ങളായി, മാനസികമായ പ്രശ്നങ്ങളായി, അവൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളായി, അവൻ ചെയ്യുന്ന ജോലികളിൽ പ്രശ്നമായി, ഇങ്ങനെയുള്ള പാപത്തിൻ്റെ ഫലമായ ഈ മനുഷ്യനാണ് പെരുകി വർദ്ധിച്ച് മനുഷ്യരാശി പിറന്നു വീഴുന്നത്. ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് യേശുക്രിസ്തുവാകുന്ന ജീവന്റെ വൃക്ഷമാകുന്ന വചനത്തിൽ ജീവിച്ചുകൊണ്ടല്ല, മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗങ്ങളിലൂടെ മനുഷ്യൻ ഇനി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് അത്തിയല പറിച്ചുടുത്തത്. ഇന്ന് അത് മതങ്ങളെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ ഇന്ന് മതത്തിലാണ്, ക്രിസ്തുവിലല്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് മനസ്സ് ദൈവത്തിന് മുമ്പിൽ പരിശോധിക്കുകയാണെങ്കിൽ, ആത്മപരിശോധന ചെയ്യുകയാണെങ്കിൽ, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവൻ ക്രിസ്തുവിലല്ല, ക്രിസ്തു മതത്തിലാണ്. ക്രിസ്തുവിലാകണമെങ്കിൽ
ദൈവവചനമാകുന്ന ക്രിസ്തുവിൽ ജീവിക്കണം. എന്നാൽ ദൈവവചനത്തെ മാറ്റിവെച്ചിരിക്കുമ്പോൾ ക്രിസ്തു മഹത്വത്തിലായിരിക്കുക. ഇതാണ് മനുഷ്യന്റെ പതനം. മനുഷ്യനെ ദൈവം യേശുക്രിസ്തുവിൽ കണ്ടതിന് ശേഷം അവനെ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് എന്തിനാന്ന് നമ്മൾ അപ്പസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ 17-ാം അധ്യായത്തിൽ 26 മുതൽ വായിച്ചാൽ കാണാവുന്നതാണ്. ഭൂമുഖം മുഴുവനും വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്നും, അതായത് ഒരു മനുഷ്യനിൽ നിന്നും എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം യേശുക്രിസ്തുവിൽ ആത്മീയമായ മനുഷ്യൻ, യേശുക്രിസ്തുവിലായിരുന്ന മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്ന് എടുത്തിട്ട്. എന്തിനു വേണ്ടിയാണ്? ആ ഒരു മനുഷ്യനിൽ നിന്നും അവൻ പെരുകി വർദ്ധിച്ച് ഭൂമുഖം മുഴുവനും പെരുകി വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതും ഇവിടെ പറയുന്നത് ഓരോരുത്തർക്കും പ്രത്യേകമായ വാസസ്ഥലം നിശ്ചയിച്ചു കൊടുത്തു. അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന വാസഭൂമികൾ നിശ്ചയിച്ചു കൊടുത്തു. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ എന്നെയും നിങ്ങളെയൊക്കെ അനാദിയിലെ ദൈവം കണ്ടിരുന്നു. എവിടെ കണ്ടിരുന്നു? ആത്മാവായ മനുഷ്യനെ, ആത്മാവായ യേശു ക്രിസ്തുവിൽ കണ്ടിരുന്നു. ഈ ആത്മീയ മനുഷ്യനെയാണ് മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് ആ ഒരു മനുഷ്യനായ ആദത്തിൽ നിന്നും പെരുകി വർദ്ധിച്ചോടെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഏത് കാലത്ത് ഈ ഭൂമിയിലേക്ക് വരണമെന്നും നമുക്കുള്ള കാലഘട്ടം ഏതാണെന്നും ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഏത് വർഷം ജനിക്കണം, ഏത് വർഷം മരിക്കണം. പിന്നെ ഈ വിശാലമായ ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെയാണ്. ഈ വിശാലമായ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഏത് രാജ്യത്ത്, ഏത് സ്റ്റേറ്റിൽ, ഏത് ഗ്രാമത്തിൽ, എവിടെയായിരിക്കണം വസിക്കുക, അത് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഛായ. ഈ ആത്മാവ് മുഖേനയാണ് മനുഷ്യന് ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ സാധിക്കുക, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ അറിയുവാനാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ പറ്റി അറിയാനല്ല, അവിടുത്തെ പറ്റി അറിയുന്നത് ബുദ്ധി കൊണ്ടാണ്. അവിടുത്തെ അറിയുക എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിലൂടെയാണ്. അപ്പം എൻ്റെ ആത്മാവ് ജീവനോടെ ഇരുന്നെങ്കിലേ ദൈവത്തിൻ്റെ സ്വരം എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം എൻ്റെ ആത്മാവ് അത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ആത്മാവിൽ ജീവൻ വേണം. ഞാൻ ദൈവത്തിൻ്റെ സ്വരം പരമപ്രധാനമായിട്ട് കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഈ വചനം ഞാൻ വായിക്കുമ്പോൾ, ഈ വചനം ഞാൻ കേൾക്കുമ്പോൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, ബുദ്ധി കൊണ്ട് പഠിക്കാൻ പറ്റും. അത് പാപിയായ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്താൽ ജനിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്താൽ ജനിച്ച മനുഷ്യൻ, വീണ്ടും ജനിച്ച മനുഷ്യൻ, ആത്മാവിൽ ജീവനുള്ള മനുഷ്യൻ വചനം കേൾക്കുമ്പോൾ അത് ആത്മാവാണ്, അത് മനസ്സിലാക്കുക, ആത്മാവിലൂടെ അവൻ ശ്രമിക്കുക. അതുകൊണ്ട് ആത്മാവ് ആണ് നമുക്ക് ദൈവാനുഭവം തരിക.